Hello dear students, welcome to Bosco Campus Vision. I am Seema Dudley. Welcome to my video on the topic of programming in Java. In this video we will discuss about what is the use of objects and how to create an object. We have already studied about the classes and objects in C++ programming language, and we know that when we declare the variables inside the class, the memory will not be allocated to the variables. To allocate the memory, that is the block of memory to the variables, we have to declare the object. Object create ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ variables in memory allocate ചെയ്യത്തുള്ളൂ. And also, creating an object is also known as instantiating the object. And like in C++, we cannot create an object in Java. In Java, to create an object, we'll be using a new operator. The new operator creates an object. New operator create him, and also it returns a reference to that object. So when we are creating an object in Java, we have to write two statements. That is, first നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പോലെ ക്ലാസ് നെയിം, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെക്ടാങ്കിൾ rect1. റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ക്ലാസ് നെയിം ആൻഡ് rect1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഒബ്ജക്ട് നെയിം. ഇനി നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ we have to use a new operator. So rect1 is equal to new rectangle of. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ in Java, the general syntax to create an object is class name space object name semicolon. Then next line, object name is equal to new space class name of. Okay, ഇപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റെക്ടാങ്കിൾ rect1. റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ക്ലാസ് നെയിം, rect1 എന്ന് പറയുന്നത് ഒബ്ജക്ട് നെയിം. Then next line, rect1 is equal to new rectangle of. rect1 എന്ന് പറയുന്നത് ഒബ്ജക്ട് നെയിം is equal to new എന്ന് പറയുന്നത് it is a function. Then the rectangle of നമ്മുടെ ക്ലാസ് നെയിം, and we have to put the function symbol. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജാവ പ്രോഗ്രാമിനകത്ത് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ 3 വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വെൻ വി യൂസ് ടു റീഡ് ദ വാല്യൂസ് ഫ്രോം ദ കീബോർഡ്, നമുക്ക് ഇൻപുട്ട് നമ്മൾ നോർമൽ രീതിയിൽ റീഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. വി വിൽ ബി യൂസിങ് പ്രീ ഡിഫൈൻഡ് ക്ലാസ്സസ്. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ടൈമിൽ ഞാൻ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ന്യൂ ഓപ്പറേറ്റർ അത് വെച്ചിട്ടുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. And we have already studied how to create an object by using the new operator. ഇപ്പോൾ previously ഞാൻ പറഞ്ഞിരുന്നത് we have to use 2 statements. ആ സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് കൺകാറ്റനേറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്ത് ഒറ്റ ഒരു ലൈനിൽ എഴുതാൻ പറ്റും. That the general syntax for that is class name space object name is equal to new class name and the function symbol. ഇപ്പൊ നോക്കുക, rectangle rect1 is equal to new rectangle of. Okay, അപ്പൊ നമുക്ക് ഈ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. Each object has its own copy of instance variables. For example, if we create 2 objects, for example rectangle എന്ന് പറയുന്ന ക്ലാസ്സിന് നമ്മൾ 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഒബ്ജക്റ്റിനും ഡിഫറെന്റ് കോപ്പി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഒരു R1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും R2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ R1ന് ഒരു കോപ്പി ഓഫ് വേരിയബിൾസ് ഉണ്ടായിരിക്കും, R2ന് അനദർ കോപ്പി ഓഫ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ R1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി എഫക്റ്റിംഗ് R2. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക്
സെയിം വേരിയബിൾ ആയിട്ട് തന്നെ reference ചെയ്യാം. Here is an example for that. Rectangle R1 is equal to new rectangle of. Okay, then rectangle R2 is equal to R1. It means that R1 and R2 are same objects. Now we can check how can we access the class members by using the objects. We have already studied how to access the class members using objects in C++. Same method തന്നെയാണ് നമ്മൾ ജാവയിലും യൂസ് ചെയ്യുന്നത്. That is object name and dot operator യൂസ് ചെയ്തിട്ട് നമുക്ക് class members-നെ access ചെയ്യാൻ പറ്റും. For example, if you want to access a field, okay, നമ്മളിവിടെ ഇതിൽ വേരിയബിൾസിനെ പറയുന്നതാണ് ഫീൽഡ്സിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒബ്ജക്ട് നെയിം ഡോട്ട് വേരിയബിൾ നെയിം ഇസ് ഈക്വൽ ടു വാല്യൂ. ഓക്കെ, ഇതിപ്പോ ഡോട്ട് ഓപ്പറേറ്റർ ആൻഡ് ഒബ്ജക്ട് നെയിം യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുക. ആൻഡ് ഇനി മെത്തേഡ് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒബ്ജക്ട് നെയിം ഡോട്ട് മെത്തേഡ് നെയിം ബ്രാക്കറ്റിനകത്ത് ഇഫ് ദർ ഈസ് പാരാമീറ്റേഴ്സ് വി ഹാവ് ടു പ്രൊവൈഡ് ദ പാരാമീറ്റർ ലിസ്റ്റ്. ഇനി പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒബ്ജക്ട് നെയിം ഡോട്ട് മെത്തേഡ് നെയിം ഓഫ് സെമിക്കോളൻ എന്ന് കൊടുത്താലും മതിയാകും. So we can check how can we assign values to the variables. Here this is a format to assign values to the variables. That is object name dot variable name is equal to value. Rect1 dot length is equal to 15. That means rect1 is the object name and length is a variable and 15 is a value. And in this example there are two objects, rect1 and rect2, and two objects will be storing different values. And this is the one way to assign values to the variables in the object. Way to assign values to the object is if the method is an parameterized method, then we can directly pass the values when we are creating the object. For example, rectangle rect1 is equal to new rectangle of. നമ്മളിവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റീവ് ആണ്. ഇനി ആ മെത്തേഡ് കോൾ ചെയ്യുന്ന സമയത്ത് we can pass the values to the parameters. പാരാമീറ്ററൈസ്ഡ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ വാല്യൂസ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡും യൂസ് ചെയ്യാം. So rect1 dot get data of 15,10. That means rect1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്ത് ലെങ്തിന്റെയും വിഡ്ത്തിന്റെയും വാല്യൂസ് 15 and 10 ആയിരിക്കും. Okay, so this is another method for assigning values to the variables in the object. So we have seen two methods to assign values to the variables, and the first method is using the variables as well as the dot operator and the objectum variablesum dot operator use ചെയ്ത് assign ചെയ്യുന്നത് ഒരു method. And the second method is using the method call. മെത്തേഡിനെ കോൾ ചെയ്തിട്ട് വാല്യൂസ് പാസ് ചെയ്യുന്നതാണ് അടുത്ത മെത്തേഡ്. So now we can check how to write a program using classes and objects. അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. And here is an example program to calculate the area of a rectangle. റെക്ടാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണിത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ക്ലാസ് എഴുതുവാണ്. ക്ലാസ് റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ദർ ഇസ് ടു വേരിയബിൾസ് ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ആൻഡ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് സിംഗിൾ സ്റ്റേറ്റ്മെന്റിലാണ്. അതിനെ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സിലും ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് ലെങ്ത് സെമിക്കോളൻ, നെക്സ്റ്റ് ലൈനിൽ ഇൻറ്റ് വിഡ്ത്ത് semicolon annum kodukam. And here it is possible to you declare variables in single line. So I have declared the variables in the single line. Then I'm using a method, that is
values assign ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. that is void get data of. void get data of. ഇനി ഞാൻ ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? ലെങ്ത് ആൻഡ് width. ഇനി void get data-നകത്ത് there is two parameters, that is x and y. അപ്പോൾ x and y നെ assign ചെയ്ത് കൊടുക്കണം. length is equal to x, width is equal to y. okay. ഇനി ഇവിടെ പാരാമീറ്റേഴ്സ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, that is length is equal to x, width is equal to y എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമില്ല. ലെങ്തിന്റെ വാല്യൂസും widthന്റെ വാല്യൂസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റീഡ് ചെയ്തെടുക്കണം. okay. ഇനി നെക്സ്റ്റ് is calculating the area, that is int rect area of. ഇവിടെ പാരാമീറ്റേഴ്സ് ഇല്ല and it is returning a value. അപ്പോൾ ഞാൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് ഏരിയ റിട്ടേൺ ചെയ്യും. അപ്പോൾ int area is equal to length into width return area. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മളൊരു ക്ലാസ് എഴുതി, that is to calculate values assign ചെയ്തതിന് ശേഷം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്. This is a continuation of the previous program, that is റെക്ടാങ്കിളിന്റെ വേരിയബിൾസ്, പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, അതിനാവശ്യമായിട്ടുള്ള മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നത്? മെയിൻ ഫംഗ്ഷനും ക്ലാസ്സിനകത്ത് തന്നെയാണ് നമ്മൾ എഴുതുന്നത്, ബിക്കോസ് ജാവ ഈസ് പ്യുവർലി ഒബ്ജക്റ്റ് ഓറിയന്റഡ്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എഴുതാനുള്ള ക്ലാസ്സസ് ക്ലാസ് റെക്ട് ഏരിയ ഓഫ്, റെക്ട് ഏരിയ ഓഫ്. ദെൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, നമ്മൾ ഒരു സ്ട്രിംഗ് ആർഗ്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇന്റ് ഏരിയ 1 ഏരിയ 2. അപ്പോൾ ഞാൻ രണ്ട് വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഏരിയ 1 ആൻഡ് ഏരിയ 2. Then I have declared two objects also, that is rect1 and rect2. So object create ചെയ്യുന്നതിന്റെ മെത്തേഡ് എന്താണ്? ന്യൂ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ റെക്ടാങ്കിൾ rect1 is equal to new rectangle of. ഇതിനെയും നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് എഴുതാം, that is rectangle rect1 semicolon. നെക്സ്റ്റ് ലൈനിൽ rectangle 1 is equal to new rectangle of. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ ക്ലാസിന്റെ ഒബ്ജക്ട്സ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് rect1 dot length is equal to 15. And next statement is rect1 dot width is equal to 10. അപ്പോൾ rect1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്ത് length in the value is 50 and width in the value 10. എന്നിട്ട് ഞാൻ ഏരിയ 1 കാൽക്കുലേറ്റ് ചെയ്യാണ്. ഏരിയ 1 is equal to rect1 dot length into rect1 dot width. അപ്പോൾ നമുക്ക് ഏരിയ 1ന് ഒരു വാല്യൂ കിട്ടി. നെക്സ്റ്റ് is rect2 dot get data of 20,12. നമ്മൾ ഈ ഡിഫറൻസ് മനസ്സിലാക്കുക. rect1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്ത് നമ്മൾ ഇവിടെ വാല്യൂസ് അസൈൻ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുവാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ നേരത്തെ ക്ലാസിന്റെ റെക്ടാങ്കിൾ എന്ന് പറയുന്ന ക്ലാസിന്റെ മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഇവിടെ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുവാണ് ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് rect2 dot get data of 20,12. അപ്പോൾ ഡയറക്ട്ലി നമ്മൾ നേരത്തെ എഴുതിയ get data of എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത്തിന്റെ വാല്യൂ ഈസ് 20, വിഡ്ത്തിന്റെ വാല്യൂ 12. അത് വെച്ചിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ ഏരിയ 2ലോട്ട് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഏരിയ 2ലോട്ട് ആ വാല്യൂ റിട്ടേൺ ചെയ്യും. ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ഏരിയ 1 പ്രിന്റ് ചെയ്ത് കാണിക്കും. Next line system dot out dot println area 2. So this is a program to calculate the area of a rectangle
using the method with parameters and without using the methods. Okay, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ 2 ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് എഴുതിയിട്ട് എനിക്ക് ഫോർവേഡ് ചെയ്യാം. So we have some assignment questions. Number 1, explain with example to create a method. Second question, write a program to find the area of a square, and the program should be methods without parameter. And second question, write a program to find the area of a square, and the answer should be methods with parameter. So write the question and answer in your notebook and forward the answers to my email ID provided to you. Thank you.